ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. ഒരു നാടിന്റെ മൗലികതയെ പുറം ലോകത്തിൽ പരിചയപ്പെടുത്തി കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ കോഴിക്കോടിന്റെ സംസ്കൃതി തളി ക്ഷേത്രത്തോട് ബന്ധപ്പെട്ടുള്ളതാണെന്ന് ഗോവ ഗവർണർ പി.എസ്. ശ്രീധരൻപിള്ള. തളി ക്ഷേത്ര സുവനീർ പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തളി മഹാക്ഷേത്രോത്സവത്തോടനുബന്ധിച്ചുള്ള സുവനീർ വാഗർത്ത പ്രകാശനം ചെയ്തു. തളി ക്ഷേത്ര പരിസരത്തെ കൈലാസ മണ്ഡപത്തിൽ നടന്ന ചടങ്ങിൽ ഗോവ ഗവർണർ പി.എസ്. ശ്രീധരൻപിള്ള പ്രകാശനം നിർവഹിച്ചു. ഒരു നാടിന്റെ മൗലികതയെ പുറം ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ കോഴിക്കോടിന്റെ സംസ്കൃതി തളി ക്ഷേത്രത്തോട് ബന്ധപ്പെട്ടുള്ളതാണെന്ന് അദ്ദേഹം പറഞ്ഞു. സമ്പന്നത നമുക്ക് കൈവരിക്കാൻ സാധിക്കും. നമ്മുടെ ബുദ്ധിശക്തിയും നമ്മുടെ സാഹിത്യ രംഗത്തുമൊക്കെ നമുക്ക് വളരെ കുതിച്ചു മുന്നോട്ട് പോകാൻ സാധിക്കും. പക്ഷെ ഒരു നാടിൻ്റെ മൗലികതയെ അന്യനാട്ടിലെ ആളുകൾക്ക് പുറം ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ കോഴിക്കോടെന്ന മഹാനഗരത്തിൻ്റെ സംസ്കൃതി ഈ തളിയോട് ബന്ധപ്പെട്ടുള്ളതാണെന്നുള്ള വസ്തുത ഞാൻ ഇവിടെ ഉറപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. സുവനീർ മാതൃഭൂമി മാനേജിംഗ് എഡിറ്റർ പി.വി. ചന്ദ്രൻ ഏറ്റുവാങ്ങി. പരിപാടിയിൽ തളി ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ മനോജ് കുമാർ പി.എം. അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് രാമചന്ദ്രൻ കെ.പി. സുവനീർ പരിചയപ്പെടുത്തി. പരിപാടിയുടെ ഭാഗമായി ലക്ഷം ദീപം കൂപ്പൺ പ്രവാസി വ്യവസായി ശ്രീകുമാർ കോറമത്ത് സ്വീകരിച്ചു. മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം ബൈജുനാഥ്, ഉത്സവാഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ പി.എം. ഉണ്ണികൃഷ്ണൻ, വാസുദേവ പിഷാരടി തുടങ്ങിയവരും പരിപാടിയിൽ സംബന്ധിച്ചു. രേവതി പട്ടത്താനം സംബന്ധിച്ച ലേഖനവും പ്രശസ്ത എഴുത്തുകാരുടെ രചനകളും സുവനീറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഓണമെത്തി. ഉത്രാടപ്പാച്ചിൽ തിരക്കിലമർന്ന് നാടും നഗരവും. രാവിലെ മുതൽ വലിയ തിരക്ക്